അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. കിച്ചു അങ്ങനെ അവസാനം വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കിച്ചു പോവാനായി തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ കിച്ചുവിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കിച്ചു തന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. എടേ, ഇത് ശരിക്കും പറയാൻ നമുക്കറിയാം ഇപ്പോഴത്തെ വിഷയം എന്താണ് എന്നുള്ളത്. രേണുവിന്റെ അസുഖം, അതോടൊപ്പം തന്നെ കിച്ചു രേണുവിനെ കാണാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ രേണു തന്നെ അതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 11 വയസ്സ് വരെ വളർത്തിയ അവൻ എന്നെ കാണാൻ വന്നില്ല എന്നുള്ളത്. അപ്പോൾ പല രീതിയിൽ, അതായത് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. പലതരത്തിൽ കിച്ചുവിനെ പോസിറ്റീവ് പറയുന്നവരുണ്ട്, രേണുവിനെ നെഗറ്റീവ് പറയുന്നവരുണ്ട്, രേണുവിനെ പോസിറ്റീവ് പറയുന്നവരുണ്ട്, അതുകൊണ്ടൊപ്പം തന്നെ കിച്ചുവിനെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനെന്ന് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അതല്ല, ഈ വീഡിയോയ്ക്ക് താഴെ, അതായത് കിച്ചു ഈ ചെയ്ത വീഡിയോയ്ക്ക് താഴെ കുറേയധികം കമന്റുകൾ കുമിഞ്ഞ് കൂടിയിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ അതൊന്ന് വായിക്കാം. അതിൽ ഒരാളിട്ടിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത്, നിന്നെയോ നിന്റെ അച്ഛനെയും നിന്റെ തള്ള ഇട്ടിട്ട് പോയപ്പോ ഈ പറയുന്ന രേണുവേ ഉണ്ടായിരുന്നുള്ളൂ. പൊന്നു മോനെ, വന്ന വഴി മറക്കാതെ. നിനക്ക് സ്റ്റേജിന്റെ കർട്ടന്റെ പുറകിൽ കിടന്ന് ഒരു കാലം ഉണ്ടായിരുന്നു, മറക്കണ്ട ഒന്നും. അതൊരു കമന്റ്. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള കമന്റുകൾ, പല തരത്തിലുള്ള കമന്റുകൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതിലും നല്ലത് പോകാത്തതല്ലേ, അവരുടെ ഈ അവസരത്തിൽ നീ സന്തോഷിക്കുന്നു എന്ന്. ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി, ആര് പോയാലും പോയില്ലെങ്കിലും അവരുടെ വേദന അവർ തന്നെ സഹിക്കണം. പിന്നെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, അത്ര തന്നെ. മറ്റുള്ളവരുടെ വിഷമം തീർക്കാൻ പോകേണ്ട അനിയ, മനസ്സുകൊണ്ട് തോന്നിയാൽ പോവുക, ആർക്കും വേണ്ടി പോകേണ്ട, സ്വയം ചിന്തിച്ചു ശരിയായി തോന്നുന്ന കാര്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം ഉപദേശവും അതോടൊപ്പം തന്നെ താറ്റനും അതോടൊപ്പം തന്നെ കുറേ അധികം എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കുറേ അധികം കമന്റുകളും ഒക്കെ തന്നെ അങ്ങ് നിറച്ചിരിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇവൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പോലും ആരും ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങ് കമന്റ് അങ്ങ് ഇടുവാണ്. ഇത് രേണുവിനെ കാണാനായിട്ട് പോവുകയാണോ, അതാണോ ഇതാണോ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല ആ ഒരു വീഡിയോയിൽ. പക്ഷെ ആൾക്കാർ അതങ്ങ് അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് തുടങ്ങി. കമന്റ് ബോക്സിൽ കുറേ അധികം അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ വായിച്ച ആൾക്ക് കുറേ അധികം മെസ്സേജസും എല്ലാ കമന്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്ത് ചെയ്യാന്ന് പറയാൻ, ഇതിപ്പോ കിച്ചു രേണുവിനെ കാണാനായിട്ട് പോകുന്ന ഒരു കാര്യമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടോ? ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു പേഴ്സണലായിട്ട് കാണേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ കിച്ചു എന്തുദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലൊരു പിടുത്തവും ഇല്ല. പക്ഷെ ഇനി കിച്ചു വരും, ബാക്കി കാര്യങ്ങളുമായിട്ട് വരുമെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും നിലവിലത്തെ സാഹചര്യത്തിൽ ആൾക്കാരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ രേണുവിനെ കാണാൻ പോകുന്നു എന്ന് തന്നെയാണ്. അതിൽ കിച്ചുവിന്റെ പറച്ചിൽ കേൾക്കുമ്പോഴത്തേക്കും ആർക്കാരും തോന്നും അത് രേണുവിനെ കാണാൻ പോകുന്ന ഇത് തന്നെ. പക്ഷെ കിച്ചു ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ ആ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു വിഷമം അങ്ങ് മാറ്റട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് കിച്ചുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കുറേ അധികം നിറച്ചിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും ഈ ഇപ്പോൾ രേണു വന്ന് വീഡിയോയിൽ പറഞ്ഞു കിച്ചു വന്നിട്ടില്ല എന്നുള്ളത്. രേണു തന്നെയാണ് അത് വീഡിയോയിൽ വന്ന് പറഞ്ഞത്. അതുപോലെ കിച്ചു വന്ന് വീഡിയോയിൽ വന്ന് പറയുന്നു കിച്ചു പോകാൻ തീരുമാനിച്ചു എന്നുള്ളത്, ബാക്കി വന്നിട്ട് പറയാ എന്നുള്ളത്. പക്ഷെ കിച്ചു വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, രേണുവിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് രേണുവിനെ കാണാൻ പോകുന്നതാണെങ്കിൽ ഞാൻ അത്രയും നല്ലതെന്നേ പറയുള്ളൂ, ഇനി എന്ത് തന്നെ ആയാലും. കാരണം രേണുവിന് അത്രയ്ക്കും കിച്ചുവിനെ കാണാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ള തരത്തിലാണെങ്കിൽ കിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ കിച്ചു ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇനിയിപ്പോൾ അത് ബേസ് ചെയ്ത് തന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം കിച്ചു അത് വ്യക്തമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അവന്റെ കമന്റ് ബോക്സിൽ നിറയെ നല്ല രീതിക്കുള്ള ഒരു എന്താ പറയുക കമന്റുകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും എല്ലാം ആയിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, കിച്ചു പോയാലും കുറ്റം, കിച്ചു പോയില്ലെങ്കിലും കുറ്റം എന്നുള്ള തരത്തിലാണോ ഈ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറയുന്നത്? അല്ല, അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അവന് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ പോട്ടെ. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ കാരണം അതെന്താണ് എന്നുള്ളത് അവൻ തന്നെയാണ് പറയാനുള്ളത്. അവൻ ഇനിയിപ്പോ ഇതിന്റെ ബാക്കി എന്താണ് എന്നുള്ളത് അവൻ തന്നെ വന്ന് പറയുന്നത് തന്നെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. സോ വെയിറ്റ് ചെയ്യാം. പക്ഷെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ അവൻ ഇട്ടത്? അത് രേണുവിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണോ? ഈ പറയുന്ന നാട്ടുകാർ അത്രയും കൂടെ അതിൻ്റെ അകത്ത് കയറി കമന്റ് ചെയ്ത് അവനെ നെഗറ്റീവ് പറയുന്നതും അതോടൊപ്പം തന്നെ പല രീതിയിൽ പറയുന്നതും ഒക്കെ തന്നെ എന്തിന്റെ ബേസിലാണ് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ തന്നെയാണ് അവൻ കാണാൻ പോകുന്നില്ല, അതാണ് ഇതാണെന്ന് വിളിച്ചത് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയത്. അവസാനം രേണു തന്നെ വന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ പറഞ്ഞു അതാണ് എങ്ങനെ എന്നെ കാണാൻ വന്നിട്ടില്ല എന്നുള്ള തരത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രേണു അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ രേണു ഒരു നെഗറ്റീവായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ കിച്ചു വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് കിച്ചുവിന് നെഗറ്റീവായി മാറുന്ന തരത്തിലുള്ള കാര്യം. ഇതിപ്പോൾ എന്ത് ചെയ്താലും കുറ്റമാണ്, എന്ത് ചെയ്താലും കമന്റ് ബോക്സിൽ എന്താ പറയുക, ആൾക്കാർക്ക് ഒരുമാതിരി പറച്ചിലാണ്, അതിലൊരു ഇതുമില്ല. എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്തായാലും അവൻ പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തത അവൻ തന്നെ വരുത്തട്ടെ. അതിപ്പോ രേണുവിനെ കാണാൻ പോകുന്നതാണെങ്കിൽ ഞാൻ നല്ലതെന്ന് മാത്രമേ പറയത്തുള്ളൂ. കാരണം അവന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു ആളെ അവൻ കാണാൻ പോകുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. കാരണം രേണു ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ രേണു തന്നെ പറയുന്നു. അപ്പോൾ അവൻ കാണാൻ പോട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, അല്ല ഇതിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ എന്താണ് അവൻ ഈ വീഡിയോ ചെയ്ത ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ രേണു അങ്ങനെ വീഡിയോയിൽ വന്ന് തന്നെ പറഞ്ഞത് കൊണ്ടാണോ അവൻ ഇങ്ങനെ വീഡിയോയിൽ വന്ന് തന്നെ ഇങ്ങനെ പറയുന്നത്? അത് ഇനിയിപ്പോൾ ഈ കേൾക്കുന്നവർക്ക് അത് അഹങ്കാരമായിട്ട് അല്ലെങ്കിൽ അവൻ സന്തോഷിക്കുന്നു എന്ന തരത്തിലൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം അവൻ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്, അവൻ ഈ പറഞ്ഞ രീതിയിൽ രേണുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊന്നും ഒരു വ്യക്തതയില്ല, അവൻ അത് പറഞ്ഞിട്ടുമില്ല. സോ അവൻ പറയട്ടെ, ഈ പറഞ്ഞ രേണുവിനെ കാണാൻ പോകുന്ന കാര്യമാണെങ്കിൽ അത് വഴി അറിയുമല്ലോ, അറിയാതിരിക്കത്തില്ല എന്തായാലും. സോ വെയിറ്റ് ചെയ്യാം എന്താണ് എന്നുള്ളത്. അതിനിടയ്ക്ക് കയറിയിട്ട് ഈ പറയുന്ന മതി നാട്ടുകാർ, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രേക്ഷകർ അവന്റെ ആ വീഡിയോ വന്നതിന് പിന്നാലെ അവനെ പൊങ്കാലയിടാനുള്ള വകുപ്പായി എന്നുള്ള മട്ടിൽ ഓരോന്നിങ്ങനെ കമന്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞ് മെഴുകുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ചെറുക്കൻ പോയി കാണുന്നെങ്കിൽ കാണട്ടെ, നല്ലതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ പറയുന്ന രീതിയിൽ രേണുവിനെയും കുറ്റം പറയാൻ വയ്യ, കിച്ചുവിനെയും കുറ്റം പറയാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് അവർ തമ്മിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ആയി മാറി അവർ തമ്മിൽ കണ്ടുമുട്ടുന്നെങ്കിൽ ഞാൻ അത്രയ്ക്കും നല്ലതെന്നേ പറയത്തുള്ളൂ. അവൻ ഈ പറഞ്ഞ കാര്യം രേണുവിനെ കാണാൻ പോകുന്നതിനാണെങ്കിൽ ഇനി അതല്ല എന്താണെന്നുള്ളത് അവൻ തന്നെ ഒന്ന് പറയട്ടെ.